ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. കുക്കറിന് വിസിലടിക്കാൻ കണ്ട നേരം. അഞ്ജു, എന്തൊരു കഷ്ടം ഇത്. ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് അറിയില്ലേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാടി റെക്കോർഡ് ചെയ്യുമ്പോ ശല്യപ്പെടുത്തരുതെന്ന്. ആര് ശല്യം ചെയ്തു? നിന്റെ ഒടുക്കത്തെ ഒരു കുക്കർ. നിനക്കൊന്ന് നിർത്താവോ? ഇത് നിർത്തിയാലേ അച്ഛനും മക്കളും പട്ടിണി അടക്കേണ്ടി വരും. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ഓഫീസിൽ പോണ മനുഷ്യ. ഓഹോ, രാവിലെ തന്നെ തുടങ്ങിയോ വഴക്ക്? ഓ, സോ ഹൊറിബിൾ. കലാബോധം ഇല്ലാത്തവള്. സമ്മതിച്ചു, എനിക്ക് ആ ബോധം വേണ്ട. അത് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടല്ലോ. ഉണ്ട്. എന്റെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് നിനക്കറിയാമോ? ആശാൻ തൊടിയിൽ കിട്ടൻ ഭാഗവതരെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? എന്റെ അപ്പൂപ്പൻ. ആ പാരമ്പര്യമാ എന്റേത്. നിങ്ങളുടെ അപ്പൂപ്പൻ അങ്ങനെ ഒരു പാപം ചെയ്തു എന്ന് വെച്ചേ നിങ്ങളും അങ്ങനെ ആവണമെന്നുണ്ടോ? അതെന്താടി എന്റെ അച്ഛനെ പറയുന്നത്? മരിച്ചുപോയ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ ആരെ ഒന്നും പറഞ്ഞില്ലേ. മുമ്പൊക്കെ അവധി ദിവസങ്ങളിലായിരുന്നു ഈ കലാപരിപാടി. പിന്നെ നീണ്ട അവധിയായി. ഇപ്പൊ വന്ന് ജോലിക്കും പോവാതെയായി. വീട്ടുകാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നോക്കണം. അടുക്കളയിലാണെങ്കിൽ ഒരു കൈസഹായത്തിനും ആരുമില്ല. കൂടുതൽ നേരം ഇവിടെ നിന്നാലേ കാല് കഴിക്കും. കാലിലേ ലേശം കുഴമ്പിടട്ടെ. എടാ, നീ ഇഞ്ഞു വാ. അനുരാഗിണി ഇതായ എത്ര പറഞ്ഞാലും നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അതോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്താ അഭിലാഷേട്ടാ നിങ്ങളുടെ പ്രശ്നം? ഒരു ഹെൽപ്പും ചെയ്യത്തൂല്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒരുക്കി വെച്ചിട്ട് ഓഫീസിൽ പോവാന്ന് വെച്ചാൽ സമ്മതിക്കത്തൂല്ല. നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പാടിയാ പോരെ? ഞാൻ എപ്പ പാടണം, എപ്പ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ നിന്റെ പണി നോക്ക്. ഞാൻ എന്റെ പണി തന്നെയാ ചെയ്യുന്നത്. അതിനിടയിൽ ബഹളം വെച്ച് വരാതിരുന്നാ മതി. എന്താ മക്കളെ, പുറത്തു പോയി കളിക്കുക. ദേ, തമ്മിൽ തല്ലരുത് കേട്ടോ. പൊക്കോ, ചെല്ലു. എങ്ങനെയെങ്കിലും ഈ സ്കൂളൊന്ന് തുറന്നാ മതിയായിരുന്നു. അനുരാഗിണി ഇതാ கூட பிடிக்கிறது வரது வராயோ சிறுமழை துள்ளி பட்டு தரிக்கிறது கூட பிடிக்கிறது வரது வராயோ உன்னோட கண்ணம் ரெண்டும் பஞ்சாலை செஞ்சதடி கண்ணத்தில் முத்தமிட യവനൊക്കെ உன்னோட கண்ணம் ரெண்டும் பஞ்சாலை செஞ்சதடி கண்ணத்தில் முத்தமிட என்னோட விளையாடும் நேரம் இது என்னோட விளையாடும் நேரம் இது എന്താ ചെയ്ത്? ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണം. അച്ഛൻ ഡിസ്റ്റർബ് ചെയ്യാതെ പോയേ. എന്താടാ പറഞ്ഞനുസരിക്കാൻ വയ്യേ? എന്താ അച്ഛന് മാത്രം
കേട്ടാ മതിയോ? ഞങ്ങള് പാട്ട് വെക്കും. പാട്ട് വെച്ചാ നീ അടി കൊള്ളും. ദൈവമേ, സ്വൈര്യം തരത്തില്ലല്ലോ ഈശ്വര. അച്ഛനും മക്കളും കാരണം അയൽപ്പക്കത്ത് പോലും കിടന്ന് പൊറുക്കണ്ട. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? അമ്മ, ഈ അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ഡാൻസ് കളിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തിനാ കുട്ടികളോട് ഇങ്ങനെ വഴക്കിടാൻ പോകുന്നേ? ആരടി വഴക്കിട്ടത്? കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം. ഇവര് പാട്ട് വെച്ചതല്ലേ ഉള്ളൂ. ഇതാണോ പാട്ട്? എന്താ ഇത് പാട്ടല്ലേ? ഓരോരുത്തർക്കും ഓരോ താല്പര്യമാ. ക്ലാസിക്കൽ മ്യൂസിക് തന്നെ വേണോ നിർബന്ധമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷം. പിള്ളാരുടെ തോന്നിയാസങ്ങൾക്ക് വളം വെച്ചു കൊടുക്ക്. എന്തൊരു ശല്യം ഇത്. ആരടി ശല്യം? ഞാനോ? മര്യാദയ്ക്കൊരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ കൂടി ഇവിടെ ആരും സമ്മതിക്കില്ല. എന്നിട്ടിപ്പൊ ഞാൻ ശല്യക്കാരനായി. നിങ്ങളുടെ പാട്ടും കൊള്ളാം, മക്കളുടെ റോക്കും കൊള്ളാം. എന്താടി എന്റെ പാട്ടിന് കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ല. പിന്നെ ആർക്കാടി കുഴപ്പം? എനിക്കാണോ? നിന്നോടൊന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഓ, എന്തോന്നാടാ നീ കാണിച്ചേ? നീ എന്തിനാടാ TV ഓഫ് ചെയ്തത്? ശല്യം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതു നേരവും ടിവിയുടെ മുമ്പില് അല്ലെങ്കിൽ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടിരിക്കും. എന്താ നിനക്ക് തന്നെ ആകാവുള്ളോ? ഓ, ചുമ്മാ അതല്ല അവള് പറയുന്നത്. ഓ, ഒന്ന് പോ, ഇറങ്ങി പോത്താളെ. പോവാ. ആ മോളെ, ഓഫീസിൽ നിന്ന് വരുമ്പോ കോട്ടയ്ക്കൽ കയറി എന്റെ അരിഷ്ടം വാങ്ങാൻ മറക്കല്ലേ. അരിഷ്ടം തീർന്നിട്ട് 2 ദിവസമായി. അമ്മ വൈകിട്ട് വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചാ മതി. ദേ, അമ്മ വരുന്നവരെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കുട്ടികളായിട്ടിരിക്കണം. പറഞ്ഞത് കേട്ടല്ലോ. അനുരാഗിണി ഇതായൻ. ഈ കൊട്ടൻ ചുക്കാതിയും പ്രവഞ്ചന തൈലവും കൂടി മിക്സ് ചെയ്ത് തേച്ചാ നല്ല ഗുണം കിട്ടും. എങ്ങനെ വാങ്ങാനാ എന്റെ ദൈവമേ, എന്തൊരു വിലയാ എണ്ണയ്ക്കും കുഴമ്പിനും ഒക്കെ. അതെ, കുറച്ച് പിണ്ണതൈലം കൂടി വാങ്ങിയ അണ്ണാക്കിലോട്ട് ഒഴിക്കും. അങ്ങനെയെങ്കിലും വായടച്ചിരിക്കുമല്ലോ. അപ്പൊ മറ്റാരും മിണ്ടാനും പാടില്ലെന്നായോ? ചുമ്മാതല്ല അവള് വല്ലതൊക്കെ പറയുന്നത്. അമ്മേ, ശല്യപ്പെടുത്താതെ അപ്പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കും. അയ്യോ, പോയി. ആര് പോയെന്നാടാ? എന്തു പോയിന്നാ നീ പറയുന്നേ? നെറ്റ് കണക്ഷൻ പോയിന്ന്. വൈഫൈ കട്ടായി. ഇതെന്തു പറ്റി? ബില്ലടച്ചില്ലേ? ഹലോ, നീ വൈഫൈ കണക്ഷന് ബില്ലടച്ചില്ലേ? ഇല്ല. എന്തു പറ്റി? എന്തു പറ്റാനാ? ഇവിടെ നെറ്റില്ല, കട്ട് ചെയ്തു. ഓ, അത് സാരമില്ല. മറ്റു ഫോണുകളിലെ ഡേറ്റ ഉണ്ടല്ലോ. എന്താ പറഞ്ഞേ? സാരമില്ലെന്നോ? വൈഫൈ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ഇന്റർനെറ്റ് ജീവവായു ആണെങ്കിലേ അഭിയേട്ടൻ തന്നെ അങ്ങ് ബില്ലടച്ചാ മതി. അപ്പൊ പ്രശ്നം തീരുമല്ലോ. അല്ല, എന്തിനല്ലോ ഞാൻ പണം മുടക്കേണ്ടത്? അഭിയേട്ടനാണെങ്കിൽ ശമ്പളം ഇല്ലാത്ത അവധിയെടുത്ത് വീട്ടിലിരിപ്പാ. കലാകാരനാണത്രേ, കലാകാരൻ. കലാകാരന്മാരെല്ലാം ജോലി ചെയ്യാതെയാണോ ജീവിക്കുന്നത്? എന്റെ കയ്യിലിപ്പോ പൈസ ഇല്ല. പൈസ വരട്ടെ, എന്നിട്ട് ഞാൻ ബില്ലടയ്ക്കാം. അല്ല, ആരായി ഇപ്പൊ ഈ ഉച്ച സമയത്ത്? ആഹാ, ഓ, അമ്മാവനോ? എന്താ ഒരറിയിപ്പും ഇല്ലാതെ? അറിയാനും അറിയിക്കാനും ആരുമില്ലാത്ത അറിയിപ്പുകളില്ലാതെ കടന്നു വന്നിരിക്കും. അമ്മാവൻ എന്തൊക്കെയായി പറയുന്നേ? വാ, അമ്മാവനിങ്ങോട്ട് വന്നേ. ആഹാ, ആരാ ഇത്? വാസുദേവനോ? അതെ പെങ്ങളെ. എത്ര കാലമായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. മഹാകുംഭമേളയ്ക്ക് പോയതാ, പിന്നെ നാട്ടിലേക്ക് മടങ്ങിയില്ല. ഒരിക്കൽ കൂടി ഹിമാലയത്തിലൂടെയുള്ള യാത്ര. പുണ്യതീർത്ഥങ്ങളുടെ ആത്മീയ അനുഭവം ഒരിക്കലും മടുക്കുന്നതല്ലോ. ഒടുവിൽ ഹരിദ്വാറിൽ താവളം കണ്ടത്. അവിടെ നിന്നുള്ള വരവായത്.
അല്ല, അമ്മാവൻ സന്യസിക്കാൻ തീരുമാനിച്ചോ? ഏയ്, ജീവിത നൈരാശ്യം വന്നവന് ചേക്കേറാനുള്ളതല്ല സന്യാസം. അത് പൂർവ്വ പുണ്യാർജിതമായ ഒരു നിയോഗമാണ്. കാവി ഉടുക്കുന്നവരെല്ലാം സന്യാസിയാകണമെന്നില്ല. എല്ലാവർക്കും സന്യാസിയാകാനും പറ്റില്ല. ലക്ഷ്യബോധം കൈവിട്ടുപോയവന്റെ യാത്ര. എന്റെ കാര്യത്തിൽ അത്രമാത്രമേ ഉള്ളൂ. അതെ, ദൂരയാത്ര കഴിഞ്ഞ് വരുന്നതല്ലേ, അമ്മാവൻ വന്ന് കുളിക്കും. വാ അമ്മേ. അമ്മൂമ്മേ, ആരാ അമ്മൂമ്മേ അത്? നിങ്ങളുടെ വലിയ അമ്മാവൻ. എന്തു മിടുക്കനായിരുന്നു എന്റെ വാസുദേവൻ. പഠിക്കാൻ മിടുക്കൻ, കാണാനും സുന്ദരനായിരുന്നു. എല്ലാം പോയില്ലേ. ആ മേടയിലെ രുക്മിണി, അവള് കൈവശം കൊടുത്തതാ അവനെ വശീകരിക്കാൻ. അതാ ഇങ്ങനെ തലതിരിഞ്ഞു പോയത്. വാസുദേവനും അവളോടൊരു പൂതി. അവളെ തന്നെ കെട്ടുമെന്ന് വാശി. കാരണവന്മാരെല്ലാം എതിർത്തു. നമ്മുടെ തറവാടിന് ചേർന്നതായിരുന്നില്ല ആ ബന്ധം. പിടിവാശി, വലിയ വാശിക്കാരനാ. അങ്ങനെ കല്യാണം കഴിക്കാതെ ഒറ്റത്തടിയായി. ആരോരും ഇല്ലാതെ എന്റെ വാസുദേവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക. എന്തു ചെയ്യാനാ, അവന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. ഓ, ഈ അമ്മ എന്തൊക്കെ വേണ്ടാതിനായി കൊച്ചിനോട് പറയുന്നേ? ഞാൻ എന്തു വേണ്ടാതീനുവാ പറഞ്ഞേ? എന്റെ വാസുദേവന്റെ കാര്യമാ പറഞ്ഞേ. ഓ, നീ എന്ത് കേൾക്കാൻ നിൽക്കുക? കേറിപ്പടാ. തള്ളക്ക് വരെ പണിയൊന്നുമില്ല. വാസുദേവൻ കുളി കഴിഞ്ഞോ ആവോ? ഊണിന് നേരമായി. യാത്ര കഴിഞ്ഞു വന്നതല്ലേ, വിശക്കൊന്നുണ്ടാവും. മക്കളെ എല്ലാരും അധികം നേരം ഒന്നും നിക്കാൻ വയ്യ. മുട്ടിനു വേദനയാ. ഓ, അമ്മ കഴിച്ചിട്ട് പോയാ പോരെ? ഞങ്ങൾക്ക് വിളമ്പി തരാൻ പറഞ്ഞോ? വാസുദേവൻ വന്നതല്ലേ. ഇവൻ എന്റെ കൈകൊണ്ട് ചോറ് വിളമ്പി കൊടുത്തിട്ട് എത്ര കാലമായി. അതിന് അമ്മാവൻ കുറെ നാളത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ശരിയാ. നീ ഉടനെ ഒന്നും എവിടെയും പോവണ്ട. ഓ, ഒന്നിനും ഒരു രുചിയില്ല. വായി വെച്ച് കൂട്ടാനും കൊള്ളില്ല. നാവിന്റെ രസമുകുളങ്ങൾ പാകപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. രുചിഭേദങ്ങൾ നിർണയിക്കുന്നതും നാം തന്നെ. സ്വാദിഷ്ടമായി സ്വീകരിച്ച് സംതൃപ്തിയോടെ കഴിക്കുന്നതാണ് നന്മ. അതെങ്ങനെ? അടുക്കളയിൽ ചെന്ന് അമ്മയെ അച്ഛൻ വഴക്കു പറയും. മിക്സി ഓണാക്കാൻ പാടില്ല, തേങ്ങ തിരുമാൻ പാടില്ല, കുക്കറിലൊന്നും വെക്കാൻ പാടില്ല. അമ്മ പിന്നെ എങ്ങനെ കറികൾ ഉണ്ടാക്കും? അത് പിന്നെ ഞാൻ പാടുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ മൂഡ് പോവും. സംഗീതത്തിൽ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിലേ മറ്റ് അപശബ്ദങ്ങൾ പാടില്ല. അച്ഛന്റെ സംഗീതം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിച്ചോ, അപ്പൊ കറികൾക്ക് താനെ സ്വാദ് വരും. ചലിക്കാതെ കഴിച്ചിട്ട് എണീറ്റ് പോടാ. അബിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല. അതിപ്പോ ഞാൻ അവധിയെടുത്തിരിക്കുക. ഈ സംഗീതത്തിൽ ഉപരിപഠനത്തിന് പോണം. തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അച്ഛന്റെ വാസന ഇവനാ കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് പാടും. കൊള്ളാം. അച്ഛന്റെ ഗതികേട് ഇവനും സംഭവിക്കട്ടെ എന്നാണോ ചേച്ചി പറയുന്നത്? സ്വന്തം തന്തയുടെ കാര്യമാണെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ പറയണമല്ലോ. സംഗീത ഉപാസന മാത്രം നടത്തി ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു അച്ഛന്റെ മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. പറയുമ്പോ വലിയ തറവാട്ടുകാരാണെങ്കിലും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു സമ്പാദ്യം. ആ വഴി നീ തിരഞ്ഞെടുക്കരുത്. ജോലി ചെയ്ത് കുട്ടികളെ പോറ്റാൻ നോക്കും. ഞാനൊന്ന് കിടക്കട്ടെ. നല്ല യാത്രാക്ഷീണം.
എന്തിനെല്ലാം ഞാൻ പണം മുടക്കേണ്ടത്? അഭിയേട്ടനാണെങ്കിൽ ശമ്പളം ഇല്ലാത്ത അവധിയെടുത്ത് വീട്ടിലിരിപ്പ. കലാകാരനാണത്രേ, കലാകാരൻ. സംഗീത ഉപാസന മാത്രം നടത്തി ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു അച്ഛന്റെ മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. പറയുമ്പോ വലിയ തറവാട്ടുകാരാണെങ്കിലും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു സമ്പാദ്യം. ആ വഴി നീ തിരഞ്ഞെടുക്കരുത്. ജോലി ചെയ്ത് കുട്ടികളെ പോറ്റാൻ നോക്ക്. എന്താ ഇത്ര ഗാഠമായിട്ട് ആലോചിക്കുന്നത്? കുറെ നേരമായല്ലോ. ഞാനെന്തെങ്കിലും പറഞ്ഞത് ഓർത്തിട്ടാണെങ്കിൽ അഭിയണ്ണതങ്ങ് വിട്ടുകള. ഹേയ്, അതിന് നീ എന്തു പറഞ്ഞെന്നാ? പണത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത് പ്രയാസമായെന്ന് തോന്നുന്നു. ഹാ, നീ പറഞ്ഞത് ശരിയല്ലേ? മുന്നോട്ട് പോകുന്തോറും ചെലവുകൾ കൂടി വരിക. രണ്ടുപേരുടെ വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പാടുപെടുന്ന കാലമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറി വരിക. സംഗീതത്തോടുള്ള അഭിനിവേശം മൂത്ത് എന്റെ ചുമതലകൾ ഞാൻ മറന്നുവോന്ന് എനിക്കൊരു സംശയം. ഒന്നുമില്ലാന്നേ, എല്ലാം നന്നായി നടക്കും. ഇന്ന് അമ്മാവൻ പറഞ്ഞത് ഞാൻ വീണ്ടും ഓർക്കുകയായിരുന്നു. അമ്മാവൻ എന്താ പറഞ്ഞേ? കടമകൾ മറന്നുള്ള കലാജീവിതത്തിന്റെ ഇരകളാണ് അമ്മയും അമ്മാവിനുമെല്ലാം. അത് വേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു. തൊഴിലും കുടുംബവും കഴിഞ്ഞ് ബാക്കി എന്തോ ഉള്ളൂ. ഞാന് അവധി ക്യാൻസൽ ചെയ്തു. ജോലിക്ക് പോകാൻ തീരുമാനിച്ചു.